ഈ അടുത്തിടെ കണ്ട സിനിമകൾ വെച്ച് നോക്കുമ്പോൾ തിയേറ്ററിൽ കണ്ട സിനിമകളിൽ നമുക്ക് കുറച്ചും കൂടി ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയായിട്ടാണ് വാഴ 2 എനിക്ക് വ്യക്തിപരമായിട്ട് അനുഭവപ്പെട്ടത്. വാഴ ആദ്യ ഭാഗത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും വാഴ 2 ആണ് കുറച്ചുകൂടി മെച്ചപ്പെട്ടത് എന്ന ഒരു തോന്നലും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഹാഷിറും അലനും വിനായകും അജിനും ഒക്കെ നമ്മൾ ഈ സ്ഥിരം റീലിൽ കണ്ട അതേ പേരിൽ തന്നെ സിനിമയിൽ വരുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു വിപിൻ ദാസ് തിരക്കഥയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു തന്ത്രം കൂടിയാണ്. നമുക്ക് അവരുടെ വ്യക്തിപരമായ ജീവിതം നമ്മൾ അടുത്തുനിന്ന് കാണുന്നു എന്നൊരു തോന്നൽ വാഴ 2 എന്ന സിനിമയ്ക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. സ്ക്രീൻ ക്രോസ് കട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ പോലും വളരെ ഇഴയെടുപ്പമുള്ള തരത്തിലുള്ള ഒരു തിരക്കഥ വിപിൻ ദാസിന് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതും വാഴ 2വിൻ്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇത്രയധികം മ്യൂസിക്കിനെ ഒരു ആൽബം എന്ന് വേണമെങ്കിൽ പറയാമല്ലോ, 9 മ്യൂസിക് ട്രാക്കുകൾ എന്തുവാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളതും അത്രയധികം തന്നെ മ്യൂസിക് ഡയറക്ടേഴ്സ് ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം തമ്മിലുള്ളൊരു ബന്ധം, ഈ സ്ക്രീനുകൾ തമ്മിലുള്ള ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇഴയെടുപ്പം എന്നൊക്കെ പറയുന്നത് വളരെ രസമായിട്ട് തന്നെ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. 3 മണിക്കൂറിനടുത്ത് ഏകദേശം ആ സിനിമ പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരു തരത്തിലും ഒരു ഇഴച്ചിലോ ഒന്നും തന്നെ ഒരു പോർഷനിലും അനുഭവപ്പെടുന്നില്ല എന്നുള്ളതും വാഴ 2വിൻ്റെ ഒരു പ്രധാന നേട്ടമായിട്ട് തന്നെ എടുത്ത് പറയേണ്ടി വരും. നമുക്ക് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ അധികം ജീവിതങ്ങൾ ഇങ്ങനെ കണ്ടുപോകുന്നുണ്ട്. പക്ഷെ അവർ തമ്മിലുള്ളൊരു ബന്ധം, ഒരു അച്ഛൻ മകനാണെങ്കിലും സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധമാണെങ്കിലും സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധമാണെങ്കിലും അതിനെയൊക്കെ ഒട്ടും ബോറടിപ്പിക്കാത്ത വിധം, അല്ലെങ്കിൽ ക്ലീശയായി പോകാമായിരുന്ന ഒരു ആശയത്തെ ആ ക്ലീശ ലൈനിലേക്ക് അപ്പുറം കടക്കാത്ത വിധം എഴുതി വെക്കാൻ വിപിൻ ദാസിന് പറ്റിയിട്ടുണ്ട്. വാഴ ആദ്യ ഭാഗത്തിൽ നിന്ന് വാഴ 2വിലേക്ക് വരുന്ന സമയത്ത് കംപ്ലീറ്റ്ലി വേറൊരു ടീമിനെ വെച്ചിട്ടാണ് വിപിൻ ദാസ് ഒരു വാഴ 2 ടീമിനെ ഒരുക്കിയിട്ടുള്ളത്. വേറെ തന്നെ ആളുകളാണ്. സംവിധായകൻ മാറുന്നു, ക്യാമറ മാറുന്നു, ക്യാമറ DOP മാറുന്നു. അപ്പം ഇത്തരത്തിൽ നോക്കുന്ന സമയത്ത് പോലും പുതുമുഖങ്ങളാണ് വരുന്നത്. ഹാഷിറെ ടീം സിനിമയിൽ ആദ്യം വരുന്നത് പോലെ തന്നെ അതിൻ്റെ പിന്നിലുള്ളവരും പുതുമുഖങ്ങളാണ്. സവിൻസ ആണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. അഖിൽ ലൈലാസുരൻ്റെയാണ് ഛായാഗ്രഹണം. സവിൻസ വിപിൻ ദാസിൻ്റെ കൂടെ തന്നെ ജയ ജയദേഹയിലും മറ്റ് സിനിമകളിലുമായിട്ട് ഒപ്പം നിന്ന് വർക്ക് ചെയ്ത് പരിപാടി പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ആ ഒരു വിപിൻ ദാസ് സിനിമകളിൽ കാണുന്ന ഒരു ടച്ച് ഉണ്ടല്ലോ, നമുക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള, വളരെ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരുതരം നരേറ്റീവ് അത് കൊണ്ടുവരാൻ ഈ സംവിധാനത്തിനും ഛായാഗ്രഹണത്തിനും ഒക്കെ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വാഴ 2വിൻ്റെ ഒരു മെയിൻ പ്രത്യേകതയായിട്ട് തോന്നിയത്. ഒരുപാട് കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ട്. അജു വർഗീസ് ഉണ്ട്, സുധീഷ് ഉണ്ട്, ബിജുക്കുട്ടനുണ്ട്. ഇതൊക്കെ ഈ കുട്ടികളുടെ അച്ഛൻ കഥാപാത്രങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം കണ്ട ആ ഒരു സംഭവത്തിൻ്റെ റിപ്പീറ്റേഷൻ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ബിജുക്കുട്ടനാണെങ്കിലും ഇവരൊക്കെ മുന്നേ ഒരുപാട് തമാശ കൈകാര്യം ചെയ്തിട്ടുള്ള ആളുകളാണ്. അവരൊക്കെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തിരക്കഥയ്ക്ക് വേണ്ടി വളരെ ഒതുക്കത്തിൽ എപ്രകാരമാണ് ഓരോ തമാശ രംഗങ്ങളിൽ പെർഫോം ചെയ്തിട്ടുള്ള വളരെ സെറ്റിലായിട്ടുള്ള പെർഫോമൻസുകൾ, അത് നമുക്ക് ശരിക്കും അമ്പരപ്പിക്കുന്നതാണ്. ബിജുക്കുട്ടനിൽ നിന്നൊക്കെയുള്ള ചില സാധനങ്ങൾ നമുക്ക് വളരെ ചിരി തോന്നുന്നതാണ്. എന്നാൽ ആ കഥയുടെ ഒരു മീറ്റർ പിടിച്ച് തന്നെ ഇപ്പം ആദ്യത്തെ ഭാഗം വന്ന സമയത്ത് ഹാഷിറിൻ്റെ പെർഫോമൻസിന് ഒരുപാട് വിമർശനങ്ങൾ വന്നായിരുന്നല്ലോ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അതിൽ നിന്ന് അയാളെ തന്നെ പരുവപ്പെടുത്തിയിട്ടുള്ള ഒരു വേർഷനാണ് വാഴ 2വിലേക്ക് വരുമ്പോൾ ഹാഷിറിൻ്റെ പെർഫോമൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. വളരെ ഒതുക്കത്തിൽ പല പോയിന്റുകളിലും നമുക്ക് ഹാഷിറിൽ നിന്ന് കിട്ടുന്ന എക്സ്പ്രഷൻസ് എല്ലാം നമുക്ക് വളരെ പുതിയതാണ്. കാരണം റീൽസിൽ നമ്മൾ കണ്ടിട്ടുള്ള ഹാഷിറിൽ നിന്ന് വളരെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള സ്ഥിരം ചെറിയ ചെറിയ മാനറിസങ്ങളിൽ അപ്പുറത്തേക്ക് ഒരു ഷോർട്ട് ഫിലിമിൽ പോലും നമ്മൾ അവരെ ഒരു അരമണിക്കൂർ തികച്ച് നമ്മൾ അവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് ഈ 3 മണിക്കൂർ സിനിമയിലേക്ക് നമ്മളെ ബോറടിപ്പിക്കാതിരുത്താൻ ഹാഷിറിനും അലനും അജിനും വിനായകനും ഒക്കെ പറ്റുന്നു എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇവരുടെ എക്സ്പ്രഷൻസ് വളരെ പുതിയതായിട്ട് ഫീൽ ചെയ്യും. കാരണം ഇവർ കരയുന്നത് നമ്മൾ കണ്ടിട്ടില്ല, ഇവർ ഇടിക്കുന്നത് അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുന്നത്, ഇവർ പ്രേമിക്കുന്നത്, അത്തരത്തിലുള്ള പല പല ഇമോഷൻസ് ഉണ്ടല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഒരു ഇമോഷണൽ റോളർ കോസ്റ്ററാണ് ശരിക്കും പറഞ്ഞാൽ ഈ വാഴ 2 എന്ന് പറയുന്ന പടം. ഇതിൽ സന്തോഷിക്കാനുള്ള ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട്. നമുക്ക് നമ്മുടെ ദേഷ്യം കാണിക്കാൻ പറ്റുന്ന തോന്നുന്ന തരത്തിലുള്ള മൊമെൻറ്റ്സ് ഉണ്ട്, പ്രണയമുണ്ട്, അത്തരത്തിൽ സങ്കടമുണ്ട്. നമുക്ക് നമ്മുടെ ഹൃദയം മുറിയും എന്ന് പറഞ്ഞ ഒരു പാട്ട് വാഴ 1-ലെ അതേ പാട്ട് ഇതിൽ വളരെ രസമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അവസാന ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ആ പാട്ടിൽ ശരിക്കും നമുക്ക് നമ്മുടെ ഹൃദയം മുറിയും. അതുപോലൊരു ഇമോഷനൊക്കെ തരാനായിട്ട് തിരക്കഥയ്ക്കും സിനിമ മൊത്തത്തിലുള്ള മേക്കിങ്ങിനും സാധിച്ചിട്ടുണ്ട്. ചില പോയിന്റുകളിലൊക്കെ ഹാഷിറിൻ്റെ പെർഫോമൻസ്, അയാളുടെ മുഖത്ത് കാണുന്ന ചില എക്സ്പ്രഷൻസ് ഒക്കെ നല്ല കയ്യടി വാങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ അജിനാണ് ഒരു പോയിന്റിൽ ഏറ്റവും നല്ലൊരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള അയാളുടെ പെർഫോമൻസ് വളരെ രസമായിട്ട് വന്നിട്ടുള്ള ഒരു മൊമെൻ്റ് ഉണ്ട്. അതുപോലെ അലൻ അവസാന ഭാഗത്തേക്ക് വരുന്ന സമയത്ത് അലനെ ഫുൾ സ്ക്രീനിൽ കാണുന്ന സമയത്ത് അലനൊരു വല്ലാത്ത സ്ക്രീൻ പ്രസൻസ് ഉണ്ടല്ലോ, അയാളിലൊരു നടനപ്പുറം ഒരു നായക നടൻ ഒളിഞ്ഞു കിടപ്പുണ്ടല്ലോ എന്നൊക്കെ ഒരു തോന്നൽ കൂടി അലൻ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ പോയിന്റിൽ ഓരോ കാരണങ്ങൾ കൊണ്ട് മികച്ചു നിൽക്കുന്ന ഒരു സിനിമാനുഭവമാണ് വാഴ 2 നമുക്ക് തരുന്നത്. ഒരു +2 കാലയളവിൽ കുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയുള്ള മയക്കുമരുന്നിൻ്റെ ഉപയോഗം, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ തന്നെയാണ് സിനിമ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ അത് ഇനി മുന്നേ ഒരുപാട് പടങ്ങൾ പറഞ്ഞ്
പലപ്പോഴും ക്ലീശയായി പോയിട്ടുള്ള ഉപദേശങ്ങൾ കൊണ്ട് നിറച്ച് നമ്മൾ വെറുപ്പിച്ചിട്ടുള്ള പല പടങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതിൽ ഉപദേശത്തിനൊരു സ്പേസ് അവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത് വലിയ രീതിയിൽ മടിപ്പിക്കാത്ത രീതിയിൽ അതിനെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. അൽഫോൺസ് പുത്രൻ്റെ ക്യാരക്ടർ ആദ്യത്തെ ഭാഗത്തിൽ പോലീസ് വേഷത്തിൽ എത്തുന്നത് ബേസിൽ ജോസഫ് ആയിരുന്നു. ബേസിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഭാഗത്തിൽ എനിക്ക് ഒട്ടും ബേസിലിൻ്റെ ആ ക്യാരക്ടർ അത്ര ഗൗരവത്തിൽ അവിടെ വർക്കായില്ലായിരുന്നു. പക്ഷേ അൽഫോൺസ് പുത്രനെ അത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അൽഫോൺസ് പുത്രന് കുറച്ചും കൂടി മാച്ചിങ് ആയ പോലെയാണ് എനിക്ക് ഈ ഒരു തിരക്കഥയിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിലുടനീളം കുറച്ച് ലെങ്തി ആയിപ്പോയോ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ അല്ലെങ്കിൽ അയാളത് കൊടുക്കുന്ന സ്ഥലം അതൊരു ഡ്രാമ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടോ എന്നൊരു സംശയം തോന്നിയെങ്കിലും ചില ഡയലോഗുകളൊക്കെ ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്തു. അൽഫോൺസ് പുത്രൻ്റെ ചില ഡയലോഗുകളൊക്കെ ശരിക്കും ആഷിറിൻ്റെ റീലുകളിലും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ള ചില സാധനങ്ങളൊക്കെ തന്നെ. ഇപ്പം അങ്ങനെ പറയുമ്പോൾ ഇവരൊരു പാട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മലയാളി മങ്കീസ് സംവിധാനം മ്യൂസിക് ചെയ്തെടുത്തിട്ടുള്ള ഒരു പാട്ടുണ്ടല്ലോ ഇവരുടെ എന്തൊക്കെയാണ് കൊച്ചു കേരളത്തിൽ നടക്കുന്നതെന്ന് പറയുന്നത്. ആ പാട്ടിലെ ആ വരി ഉപയോഗിച്ചിരിക്കുന്ന പോലെ അടകുമ്മാല എന്നുള്ള വാക്ക്, ഹെഡ ഹെൽത്തിക്കുട്ട എന്നുള്ള വാക്ക്, ഇതുപോലത്തെ വാക്കല്ല ആ പ്രയോഗം, അതെല്ലാം ഈ പടത്തിൽ പലയിടങ്ങളിലായിട്ട് ഉപയോഗിച്ച് പോകുന്നുണ്ട്. ഇപ്പം അൽഫോൺസ് പുത്രൻ്റെ ഡയലോഗിലൂടെ ആണെങ്കിലും മറ്റുള്ള കഥാപാത്രങ്ങളുടെ ഡയലോഗിലൂടെ ആണെങ്കിലും ചില പാട്ടിലെ വരികളിലൂടെ ആണെങ്കിലും. പക്ഷേ അതൊന്നും നമുക്ക് ഒരു ഫോഴ്സ്ഫുള്ളി ഇൻജെക്ട് ചെയ്ത് വെച്ച പോലത്തെ ഒരു ഫീല് തരുന്നില്ല. പിന്നീട് ഓർക്കുമ്പോഴാണ് അത് അങ്ങനെയാണല്ലോ കണക്ഷൻ കൊടുത്തിട്ടുള്ളത് എന്ന് തോന്നുള്ളൂ. അങ്ങനെ ഒരു നിർബന്ധിച്ച് ചെയ്ത പോലെ അല്ലെങ്കിൽ ഇത് വേണം എന്ന് ഉദ്ദേശിച്ച് ചെയ്ത പോലത്തെ ഒരു ഫീലൊന്നും തരുന്നില്ല. പിന്നെ റീലുകളിൽ നമ്മൾ ഹാഷിറ ടീമിനെ കണ്ടിട്ടുള്ള സ്ഥിരം സ്ഥലങ്ങളുണ്ടല്ലോ, ചായക്കട, ജ്യൂസ് കുടിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ റോഡ്, അങ്ങനെ വീട്, അങ്ങനെയുള്ള നമുക്ക് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന, അവരെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന അത്രയും അടുത്ത് നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെയാണ് ഈ കഥ നടക്കുന്നത് എന്നുള്ളത് ഈ കഥാപാത്രങ്ങളോട് നമുക്കുള്ള ഒരു അടുപ്പമുണ്ടല്ലോ, അതിനെ നിലനിർത്താൻ കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒട്ടും അകലേക്ക് പോകുന്നില്ല ഇവർ നമ്മളിൽ നിന്ന്, കുറച്ചും കൂടി അടുത്തേക്ക് വന്നത് ആയിട്ടാണ് എനിക്ക് വാഴ 2 കണ്ട സമയത്ത് തോന്നിയത്, ഇവരുടെ കഥാപാത്രങ്ങളോട് തോന്നിയത്. പിന്നെ യുറേക്ക സ്റ്റോറീസിൽ ദേവരാജിൽ ഒരു പ്രധാന കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. അമീനും കൂട്ടരും മറ്റൊരു സെക്ഷനായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ഇവർക്കൊന്നും കഥയിൽ ഈ പറയുന്ന പോലത്തെ ഒരു പ്രാധാന്യം ഹാഷിർ ടീമിനുള്ള അവരുടെ അതേ പേരിൽ കൊടുത്ത ഒരു പ്രാധാന്യം ഈ പറഞ്ഞ മറ്റു കഥാപാത്രങ്ങൾക്ക് കൊടുക്കുന്നില്ല. പക്ഷേ അവർക്ക് കൊടുത്തിട്ടുള്ള കഥാപാത്രത്തെ വളരെ ചെറുതായിട്ടാണെങ്കിലും ഭയങ്കര രസമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് വളരെ ഇനിയും ആണെങ്കിലും വിപിൻ ദാസ് മുൻപ് പറഞ്ഞ പോലെ ഇനിയുള്ള സിനിമകളിലും വിപിൻ ദാസ് ഒരു സ്പേസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ദേവരാജ് എന്ന് പറഞ്ഞിരുന്നു. അപ്പം അതുപോലെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു നടൻ അദ്ദേഹത്തിനുള്ളിലുണ്ടെന്ന് യുറേക്ക സ്റ്റോറീസിൻ്റെ റീലുകളിൽ നിന്ന് പോലും നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് പ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രം തന്നെയാണ് ദേവരാജിൻ്റെ വാഴ 2 വേഷവും. ഈ കഥയുടെ ആശയത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ മുൻപ് പറഞ്ഞു മയക്കുമരുന്ന് ഉപയോഗം എന്ന്. അപ്പോൾ ആ ഒരു സാധനത്തിന്മേൽ നിന്നുകൊണ്ട് തന്നെ പാരൻറ്റിങ്ങിൻ്റെ പ്രശ്നങ്ങൾ, സ്കൂളുകളിൽ അധ്യാപകർ കുട്ടികൾക്ക് തമ്മിലുള്ള ഒരു കണക്ഷൻ, അങ്ങനെ പലതിനെയും വിമർശിച്ചു പോകുന്നുണ്ട് സിനിമ. അപ്പം മൊത്തത്തിൽ സെൽഫ് ട്രോളുകളും ചില കഥാപാത്രങ്ങൾ നടത്തുന്നുണ്ട്. അതിൽ അൽഫോൺസ് പുത്രൻ്റെ സെൽഫ് ട്രോളാണ് നമുക്ക് തിയേറ്ററിൽ ഒരുപാട് ചിരി ഉണ്ടാക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്. തുടക്കം മുതൽ നമുക്കിങ്ങനെ മടുപ്പില്ലാത്ത രീതിയിൽ കണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും ചില പോയിന്റുകളിൽ നമുക്ക് അവിടെ ഇത്രയും ലെങ്ത് വേണമായിരുന്നോ, അല്ലെങ്കിൽ അതൊന്നും വേണമെങ്കിൽ വെട്ടി കുറയ്ക്കാമായിരുന്നല്ലോ എന്ന് തോന്നുന്ന ചില നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ട്, ചില സീനുകളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ റിയാലിറ്റിയിൽ നമ്മൾ ഇങ്ങനെയാണോ അതിനോട് റിയാക്ട് ചെയ്യുക എന്ന് തോന്നുന്ന ചില പെർഫോമൻസുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ നോക്കുമ്പോൾ ചില നെഗറ്റീവ് സൈഡുകളും പറയത്തക്ക രീതിയിലല്ലെങ്കിൽ പോലും ചില നെഗറ്റീവ്, പക്ഷേ ഇതിനെയൊക്കെ ബാലൻസ് ചെയ്യുന്ന തരത്തിലുള്ള മൊത്തത്തിലുള്ള സിനിമയുടെ ഒരു ഔട്ട്കം ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഒരു ത്രൂ ഔട്ട് കോമഡി ചിത്രമൊന്നുമല്ല, ഇത് തന്നെ ഒരു കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈനർ എന്ന് പറയാം, ഒരു ഫീൽ ഗുഡ് ഫാമിലി എൻ്റർടൈനർ എന്ന് പറയാൻ പറ്റുന്ന, തിയേറ്ററിൽ ഉറപ്പായിട്ടും നമുക്കൊരു ആസ്വാദന രസം തരുന്ന ഒരു സിനിമ തന്നെയാണ് വാഴ 2.